നമ്മുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ചെറിയ ജയന്റ് ഗൗരാമികളെയും നമ്മൾ ഔട്ട്ഡോർ മാറ്റുന്നതിന് മുമ്പ് കുറച്ച് നാൾ ഇൻഡോർ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ടബ്ബുകൾക്കൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇൻഡോർ വെച്ച സമയത്ത് 2 ചെറിയ പിങ്ക് ജയന്റ് ഗൗരാമികളിൽ ചെറിയ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഇഷ്യൂ ഇല്ലാത്ത രണ്ടെണ്ണമാണ് ഇപ്പോൾ ഈ കാണുന്ന ടബ്ബിൽ കിടക്കുന്നത്. അവരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർ പ്രോപ്പറായിട്ട് തന്നെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്, പ്രോപ്പറായിട്ട് സ്വിം ചെയ്യുന്നുണ്ട്. അതേസമയം ഈ 2 ബോട്ടിൽ കിടക്കുന്നതിന് അവർക്ക് സ്വിം ചെയ്യാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കാണുന്നത് കണ്ടല്ലോ, ഇത് റിക്കവർ ആയിട്ടുണ്ട്. ഇതിന് ചെറിയ ഇഷ്യൂ കാണിച്ചിരുന്നതാണ്, പക്ഷേ ഇത് ഫുള്ളായിട്ട് തന്നെ ഇപ്പോൾ റിക്കവർ ആയിട്ടുണ്ട്. താഴെ ഇരിക്കുന്ന പോട്ടിലിരിക്കുന്നത് ഇപ്പോഴും റിക്കവർ ആയിട്ടില്ല. കാരണം അത് ഇൻഡോർ ഇരിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് സീരിയസ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ റിക്കവർ ആവാത്തത്. അപ്പോൾ ആ ടോപ്പിലെ പോട്ടിലിരിക്കുന്ന പിങ്ക് ജയന്റ് ഗൗരാമി ഫുള്ളായിട്ട് തന്നെ റിക്കവർ ആയിട്ടുണ്ട്. ആൾക്ക് ഫ്ലോട്ട് ചെയ്ത് നിൽക്കാനും സ്വിം ചെയ്യാനൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. എനിക്ക് തോന്നുന്നു റിക്കവർ ആയിട്ട് 2-3 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഇത് ഓൾറെഡി ഇഷ്യൂ ഇല്ലാത്തതാണ്. ഇതൊക്കെ കണ്ടില്ലേ, പ്രോപ്പറായിട്ട് തന്നെ ഫ്ലോട്ട് ചെയ്ത് നിന്ന് നൈസായിട്ട് നീന്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് കണ്ടില്ലേ, ഇത് തീരെ ചെറിയ സൈസിനാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഇട്ടതിന് ശേഷം കുറച്ച് സൈസായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബക്കറ്റുകളിൽ എടുക്കുന്ന ആൽബിനോ ജയന്റ് ഗൗരാമികളും കുറച്ച് സൈസായിട്ടുണ്ട്. ഞാൻ പിന്നീട് അതിൻ്റെ അപ്ഡേറ്റ് ചെയ്യാം. ഈ കാണുന്ന പിങ്ക് ജയന്റ് ഗൗരാമികളാണ് നമ്മൾ കൊണ്ടുവന്നതിൽ ഏറ്റവും ചെറിയ സൈസ്. കൊണ്ടുവന്ന സമയത്ത് ഫുള്ളായിട്ട് ഹെൽത്തി ആയിരുന്നു. നമ്മൾ ഇൻഡോർ വെച്ച സമയത്താണ് ഈ ഒരു ഇഷ്യൂ വന്നത്. മുമ്പ് നമ്മൾ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്കിങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാറുണ്ട് സാധാരണ, പ്രത്യേകിച്ച് ഈ ജയന്റ് ഗൗരാമികൾക്ക്. വേറെ മീനുകൾക്കൊന്നും ഈ ഒരു ഇഷ്യൂ നമ്മൾ കണ്ടിട്ടില്ല. അത് സ്ട്രെസ്സിൽ നിന്ന് വരുന്നതാണ്. അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള സ്ട്രെസ് വരുമ്പോഴാണ് ഇത് ഉണ്ടാവുന്നത്. നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവന്ന് ഇതുപോലെ കണ്ടീഷനാക്കി വെച്ച വെള്ളത്തിലേക്കാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇൻഡോർ വയ്ക്കുമ്പോൾ നമ്മൾ ഫ്രഷ് വെള്ളമാണ് നിറയ്ക്കുന്നത്. ഇതിലിപ്പോൾ ആൽഗെ വാട്ടറാണ്. ഇൻഡോർ ഫ്രഷ് വെള്ളമാണെന്നുള്ളത് മാത്രമല്ല, നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ തന്നെ വെള്ളം പെട്ടെന്ന് മോശമാവാറുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് വാട്ടർ ചേഞ്ച് ഒക്കെ കൊടുക്കേണ്ടി വരും. അല്ലാതെ നമ്മൾ അക്വേറിയത്തിനകത്ത് എയറേഷനും ഫിൽട്രേഷനും ഒന്നും കൊടുത്തിട്ടല്ല ഇവരെ ഇൻഡോർ വെക്കുന്നത്. പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് വെക്കാറുള്ളത്. ഒരാഴ്ചയൊക്കെ നമുക്ക് ടെമ്പററി ആയിട്ട് വയ്ക്കാം. അതിനുശേഷം നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു സെറ്റപ്പിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. ഇത് ഇപ്പോൾ നമ്മൾ കുറച്ച് സമയം എടുത്തു. എനിക്ക് തോന്നുന്നു 2 ആഴ്ചയോളം കണ്ട് നമ്മൾ ഇൻഡോർ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഫുള്ള് എയറേഷൻ ഫിൽട്രേഷൻ ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഇഷ്യൂ വരാൻ സാധ്യതയില്ല. മുമ്പ് ഇതുപോലെ ഒരു ഇഷ്യൂ വന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇതുപോലെ മീനുകളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അധികകാലം ഇൻഡോർ വെക്കില്ല, പെട്ടെന്ന് തന്നെ ഔട്ട്ഡോർ മാറ്റും എന്നുള്ള കാര്യം. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ മീനുകളെ കൊണ്ടുവന്നപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് മീനുകളൊക്കെ നമുക്ക് ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് കുറച്ച് അധികം ദിവസം ഇൻഡോർ വെക്കേണ്ടി വന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് ഈ ഒരു ഇഷ്യൂ വന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവർ റിക്കവർ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. മുമ്പ് നമുക്ക് ഇങ്ങനെ ആൽബിനോയ്ക്ക് ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അതിനെ പെട്ടെന്ന് തന്നെ ഔട്ട്ഡോർ മാറ്റി നമ്മൾ ആൽഗെ വാട്ടറിലാണ് സെറ്റ് ചെയ്ത് കൊടുത്തത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. ഈ പോട്ടുകളിലും ആൽഗെ വാട്ടറാണ് നമ്മൾ ഇവർ ഇടുന്നതിന് മുമ്പ് നിറച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് നാൾ ഈ ആൽഗെ വാട്ടറിൽ കിടന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളെല്ലാം പോയി. പുള്ളിക്കാരൻ ആ ഒരു ഇഷ്യൂയിൽ നിന്ന് ഫുള്ളായിട്ട് റിക്കവറായി. അപ്പോൾ ഇതുപോലെ ഇവരിങ്ങനെ വാല് നല്ല രീതിയിൽ വേവ് ചെയ്യിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു സൂചനയാണ്. ഈ ഒരു സ്വിം ബ്ലാഡർ ഇഷ്യൂ ഇത് ഏതെങ്കിലും രീതിയിൽ സ്ട്രെസ് വരുമ്പോഴാണ് വരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആൽഗെ വാട്ടറിലേക്ക് മാറ്റിയാൽ മതി. അതിനകത്ത് കിടന്ന് അവരുടെ സ്ട്രെസ്സും കാര്യങ്ങളെല്ലാം മാറിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഇഷ്യൂയിൽ നിന്ന് അവർ റിക്കവർ ആയിക്കോളും. ഇങ്ങനെ അവർ റിക്കവർ ആവുന്നത് നമുക്ക് 100% ഗ്യാരണ്ടി പറയാനൊന്നും പറ്റില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രെസ് അവർ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നതിനനുസരിച്ചായിരിക്കും അവർ റിക്കവർ ആവുന്നത്. അപ്പോൾ സ്വിമ്മിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ഇങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇവർക്ക് സ്ട്രെസ് ഇല്ലാതെ പ്രോപ്പറായിട്ട് നീന്തി നടക്കാനുള്ള ഒരു സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക. മറ്റേ പോട്ടിൽ താഴെ ഇരിക്കുന്ന പോട്ടിൽ ഇരിക്കുന്നത് ഇതുവരെ റിക്കവർ ആയിട്ടില്ല. ആളെ സീരിയസ് ആയിട്ട് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് റിക്കവർ ആവാത്തത്. പുള്ളിക്കാരനാണ് ഇത് ആദ്യം വന്നത്. കണ്ടല്ലേ ഈ കാണുന്നത്, ഇത് ഇങ്ങനെ വാലിങ്ങനെ വേവ് ചെയ്യിക്കുന്നത് നിങ്ങൾക്ക് കാണാം. മറ്റേത് ഇപ്പോൾ നല്ല രീതിയിൽ ഫ്ലോട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് നീന്തി നടക്കുന്നുണ്ട്. ഇത് ഇപ്പോഴും പ്രോപ്പറായിട്ട് നീന്തുന്നില്ല. ഇതിൻ്റെ വാല് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആ വാലിങ്ങനെ നല്ല രീതിയിൽ വേവ് ചെയ്യിക്കുന്നുണ്ട്. അതായത് സപ്പോർട്ട് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ വാലിൻ്റെ ഹെൽപ്പ് വേണം. അല്ലാത്ത സമയത്ത് ഇവർ സ്വിം ബ്ലാഡർ എന്ന് പറയുന്ന ഓർഗൻ ഉപയോഗിച്ചിട്ടാണ് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നതും നീന്തുന്നതും ഒക്കെ. അപ്പോൾ ആ ഒരു ഓർഗന് പ്രോബ്ലം വരുമ്പോഴാണ് ഇതുപോലെ വാലിൻ്റെ സപ്പോർട്ട് അവർക്ക് വേണ്ടി വരുന്നത്. ഇനി ഇഷ്യൂ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നീന്താനായിട്ട് പ്രോബ്ലം വരും. പിന്നീട് അവരുടെ ഹെൽത്തിനെയൊക്കെ അത് ബാധിക്കും. ഒരു ഇഷ്യൂ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇവർ ഫുഡ് കഴിക്കാതിരിക്കുക അങ്ങനത്തെ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. ഫുഡൊക്കെ നല്ല രീതിയിൽ കഴിക്കും. പെല്ലറ്റാണ് ഇട്ട് കൊടുക്കുന്നത്, അതൊക്കെ നല്ല രീതിയിൽ അവർ കഴിക്കും. ഈ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്നതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല, അതൊന്നും ഇവരെ ബാധിക്കുന്നില്ല. ജസ്റ്റ് സ്വിം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അത്ര മാത്രമേ ഉള്ളൂ. അത് പെർമനൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഗ്രോത്തിനെയൊക്കെ ബാധിക്കും. പിന്നെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വളർത്തുന്നത് ജസ്റ്റ് വേസ്റ്റ് ഓഫ് ടൈം ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവർക്ക് ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഈ നീന്താനുള്ള പ്രോബ്ലം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗ്രോത്ത് വളരെ സ്ലോ ആയിരിക്കും. ഇപ്പോൾ ഈ കാണുന്നതിനാണ് ആ ഒരു സ്വിമ്മിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞത്. മറ്റാൾ റിക്കവറായി, മറ്റേ പോട്ടിൽ എടുക്കുന്നത്. പുള്ളിക്കാരൻ്റെ സൈസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതിനേക്കാളും സൈസ് ഉണ്ട്. രണ്ടുപേരും ഒരേ സൈസായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ റിക്കവർ ആയതുകൊണ്ടാണ് പുള്ളിക്കാരൻ സൈസ് വെച്ച് വരുന്നത്. ഇവർക്ക് ഈ ഒരു ഇഷ്യൂ നമ്മൾ കണ്ടതുകൊണ്ടാണ് ഇവരെ നമ്മൾ വേറെ വലിയ സ്പേസിലേക്ക് മാറ്റാതിരുന്നത്. റിക്കവർ ആവുമെന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഒരെണ്ണം റിക്കവർ ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ വലിയ സ്പേസിലേക്ക് ഒരു ടബിലേക്കോ മാറ്റാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിനെ നമുക്ക് കുറച്ച് നാളും കൂടിയും ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാം. ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ടബിലേക്ക് മാറ്റാം. അപ്പോൾ ഈ പോട്ടിൽ കിടക്കുന്ന ചെറിയ പിങ്ക് ജയന്റ് ഗൗരാമിക്ക് മാത്രമാണ് ഇപ്പോൾ ഇഷ്യൂ ഉള്ളത്. ബാക്കി എല്ലാ ജയന്റ് ഗൗരാമികൾക്കും അത് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും എല്ലാം നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത്.
ഇതിൻ്റെ അപ്പുറത്തിരിക്കുന്ന പോട്ടിലുള്ളത് ഓൾറെഡി റിക്കവർ ആയെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് അതിന് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സിംഗിൾ പീസ് മാത്രമാണ് ഇപ്പോൾ ഇഷ്യൂ ഉള്ളത്. അപ്പോൾ കുറച്ച് നാളും കൂടി ഒന്ന് ഒബ്സർവ് ചെയ്ത് ഈ ഒരു ഇഷ്യൂ ഉള്ളതിനെ റിക്കവറി ചെയ്യിക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. പിന്നെ ഞാനിപ്പോഴും പറയാറുണ്ട്, ഈ വെള്ളമൊക്കെ കാണുമ്പോൾ ചില ആൾക്കാർ ഇത് ചെളിവെള്ളം എന്നൊക്കെ വിചാരിക്കാറുണ്ട്. ചെളിവെള്ളം അല്ല, ഇത് ആൽഗെ വാട്ടറാണ്. ചില ആൾക്കാർക്ക് ആൽഗെ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലർജിയാണ്. അപ്പോൾ അവരോടാണ് നമ്മളൊരു ഡിസ്ക്ലൈമർ ആയിട്ട് ഇത് പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയായിരിക്കും, നമുക്ക് ആൽഗെ വാട്ടർ വിട്ടൊരു കളിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ചെറിയ 2 പിങ്ക് ജയന്റ് ഗൗരാമികളുടെ അപ്ഡേറ്റ്. ഒരാൾ ഫുള്ളായിട്ട് തന്നെ റിക്കവർ ആയിട്ടുണ്ട്, മറ്റാൾ റിക്കവർ ആയിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം റിക്കവർ ആവുമോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം.